ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം നമ്മൾ നേരത്തെ ഗ്രേഡിയൻറ്റും ഡൈവേർജൻസും കേളും ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറയുണ്ടായി നമ്മളിനി ഇവരെല്ലാം വേറെ ഡിഫറെൻറ്റ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഡിഫൈൻ ചെയ്യും എന്നുള്ളത് പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ ഈ കർവിലിനിയർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കർവിലിനിയർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ എന്താണ് കർവിലിനിയർ കോർഡിനേറ്റ്സ് എന്നുള്ളത് പറയും. പിന്നെ ഈ കർവിലിനിയർ കോർഡിനേറ്റ്സിനകത്ത് നമുക്ക് ഗ്രേഡിയൻറ്റിനെ, ഡൈവേർജൻസിനെ, കേളിനെയും ലാപ്ലേഷനെയും ഒക്കെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത് പറയും. അതിനകത്ത് കേളിൻ്റെത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് എന്തുകൊണ്ട് കർവിലിനിയർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ കർവിലിനിയർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നുള്ള കൺസെപ്റ്റ് വരാൻ കാരണം നമ്മൾ ഫിസിക്സിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഫിസിക്സിനകത്ത് ചില പ്രോബ്ലംസിനകത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലംസ്, ഗ്രാവിറ്റേഷണൽ അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലംസിൻ്റെ കേസിൽ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ അല്ലാണ്ട് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ ആ ഒരു റേഡിയൽ ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്ന ആൾ അല്ലേ, ഈ റേഡിയൽ ഡിസ്റ്റൻസ് ഒരു കോർഡിനേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ ഈസിയർ ആവും. ഓക്കെ, റേഡിയൽ ഡിസ്റ്റൻസ് കോർഡിനേറ്റ് ആയി വരുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അങ്ങനത്തെ ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ആ പ്രോബ്ലം എന്താണ് സോൾവ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു നമുക്ക് അവിടെ എന്തുകൊണ്ടാണ് അത് ഈസി ആവാൻ കാരണം വെച്ചാൽ നമുക്കവിടെ ഒരു റേഡിയൽ സിമ്മട്രി വരുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രോബ്ലത്തിനകത്തുള്ള കൺസ്ട്രെയിൻസിനെയും അതുപോലെ ഈ സിമ്മട്രിയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കൈൻഡ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റംസ് നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, ആ ഒരു ഐഡിയയിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ കർവിലിനിയർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കർവിലിനിയർ കോർഡിനേറ്റ്സ് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാം അല്ലേ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്താണ് 3 കോർഡിനേറ്റ്സ് ഉണ്ട്. എക്സ്, വൈ, സെഡ് എന്ന് പറയുന്ന 3 കോർഡിനേറ്റ് ആക്സിസുകളുണ്ട്. സോ വി ഹാവ് എക്സ്, വൈ, സെഡ് റൈറ്റ്. ഈ എക്സ്, വൈ, സെഡ് എന്ന് പറയുന്ന ഈ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇറ്റ്സ് എൻ ഇൻ്റർസെക്ഷൻ ഓഫ് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഫാമിലീസ് ഓഫ് പ്ലെയിൻസ് അല്ലേ. 3 ഡിഫറെൻറ്റ് പ്ലെയിൻസിൻ്റെ ഇൻ്റർസെക്ഷനാണ് ഇവിടെ വരുന്നത് അല്ലേ. ഏതൊക്കെയാണ് പ്ലെയിൻസ് എന്ന് പറയുന്നത്, ഒന്ന് സെഡ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു പ്ലെയിൻ വരുന്നുണ്ട് അല്ലേ. സെഡ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന പ്ലെയിൻ ഏതാണ്, നമ്മുടെ ഈ ഒരു പ്ലെയിൻ അല്ലേ, എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനകത്ത് സെഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ വി ഹാവ് എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ഉണ്ട് അല്ലേ. എക്സ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് പ്ലെയിൻ ഏതാണ്, ഈ ഒരു പ്ലെയിൻ. ദെൻ വി ഹാവ് വൈ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലെയിൻ. അങ്ങനെ 3 ഡിഫറെൻറ്റ് പ്ലെയിൻസിൻ്റെ പെർപെൻഡിക്കുലർ ഇൻ്റർസെക്ഷൻ ആണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവർ വരുന്നത് അല്ലേ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് ഈ 3 പ്ലെയിൻസും. സോ അവരുടെ ഇൻ്റർസെക്ഷൻ ആയിട്ടാണ് ആര് വരുന്നത്, നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ മുകളിൽ വി ആർ സൂപ്പർ ഇമ്പോസിങ് 3 അതർ ഫാമിലീസ് ഓഫ് സർഫസസ്. നമ്മൾ 3 ഫാമിലീസ് ഓഫ് സർഫസസിനെ ഇതിൻ്റെ മുകളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ്. ആ ഫാമിലീസ് ഓഫ് സർഫസസ് എന്ന് പറയുന്നത് Q1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, Q2 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആൻഡ് Q3 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന 3 ഫാമിലീസ് ഓഫ് സർഫസസിനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ്. ഓക്കെ, സോ അതിൻ്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് ആക്സിസ് ആയിട്ട് നമ്മൾ Q1, Q2, Q3 ആണ് ചൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ആ ഒരു മൂന്ന് കോർഡിനേറ്റ്സ് എന്ന് വിചാരിക്കുക, Q1, Q2, Q3. ഓക്കെ, സോ ഈ Q1, Q2, Q3 എന്ന് പറയുന്നത് 3 കോർഡിനേറ്റ്സ് ആണ്, ആ കോർഡിനേറ്റ് ആക്സിസുകളാണ്. സോ ഇവിടെ നമ്മൾ ഈ ഒരു കോർഡിനേറ്റ്സ് എന്ന് പറയുന്നവരെ അല്ലെങ്കിൽ ഈ ഒരു സർഫസസിനെ, ഈ 3 സർഫസസിനെ നമ്മൾ എടുത്തിരിക്കുന്നത് ദേ മേ നോട്ട് ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഈ 3
സർഫസസുകളും ഏതൊക്കെയാണ് 3 സർഫസ് വരിക, നമ്മൾ നേരത്തെ XYZൽ പറഞ്ഞ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ 3 സർഫസുകൾ ആരൊക്കെയാണ് വരിക. Q1 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു സർഫസ് വരും, Q2 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു സർഫസ് വരും, ദെൻ Q3 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു സർഫസ് വരും അല്ലേ. അപ്പോൾ ഈ 3 സർഫസുകളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ അങ്ങനത്തെ 3 സർഫസസിനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യാണ്. സോ ഈ കോർഡിനേറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് കർവിലിനിയർ കോർഡിനേറ്റ്സ് എന്നാണ്. ആൻഡ് ദ കറസ്പോണ്ടിങ് സർഫസസ് ആർ നോൺ ആസ് കർവിലിനിയർ കോർഡിനേറ്റ് സർഫസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്പേസിനകത്ത് ഏതൊരു പോയിൻ്റ് ചൂസ് ചെയ്യുകയാണെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ എവിടെയുള്ള ഒരു P എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഈ P എന്ന് പറയുന്ന ആളെ നമുക്ക് 2 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. 2 സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്, Pനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു XYZ കോർഡിനേറ്റ്സ് പറയാൻ പറ്റും അല്ലേ. Pക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു XYZ കോർഡിനേറ്റ്സ് പറയാൻ പറ്റും. അത് ഏതിൽ നിന്ന് വരുന്നതാണ്, നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് നിന്ന് അല്ലേ. ആ ഒരു പ്ലെയിൻസിൻ്റെ, ആ 3 പ്ലെയിൻസിൻ്റെ ഇൻ്റർസെക്ഷനിൽ വരുന്ന അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് പറയാൻ പറ്റും. അതല്ല എങ്കിൽ നമുക്ക് Pനെ എങ്ങനെയും കൂടെ പറയാൻ പറ്റും, Q1 Q2 Q3യുടെ ടേമിൽ അല്ലേ. ആ ഒരു കോർഡിനേറ്റ്സ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ Pനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ Q1 Q2 Q3 വരുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ കർവിലിനിയർ കോർഡിനേറ്റ് സർഫസസിൻ്റെ ഇൻ്റർസെക്ഷൻ അല്ലേ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം. സോ ഏതൊരു പോയിൻറ്റിനെയും നമുക്ക് ഈ 2 സെറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ടേമിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഐ മീൻ 2ൻ്റെ ടേമിലും പറയാൻ പറ്റും, 2 സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിൻ്റെ ടേമിലും നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഈ കോർഡിനേറ്റ്സിൻ്റെ ഇടയിൽ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും അല്ലേ. ഈ XYZ എന്ന് പറയുന്ന കോർഡിനേറ്റ്സിൻ്റെ അതുപോലെ, അതായത് 2 ഡിഫറെൻറ്റ് കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ്. ഒന്ന് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്, മറ്റത് നമ്മുടെ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. സോ ഈ 2 കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെയും കോർഡിനേറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ അതിനെ നമ്മൾ ജനറലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതായത് നമ്മുടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്തുള്ള സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിൻ്റെ മറ്റേ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള കോർഡിനേറ്റ്സിൻ്റെ ടേമിൽ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് X ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q1 Q2 Q3, Y ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q1 Q2 Q3, Z ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q1 Q2 Q3. അതല്ല ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ റിലേഷൻ ആണെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം. Q1 എന്ന് പറയുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, XYZൻ്റെ ടേമിൽ പറയാൻ പറ്റും, Q2നെ പറയാൻ പറ്റും, Q3നെ പറയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്സിന് തമ്മിലുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ വരുന്നത്. അപ്പം ഇനി നമ്മൾ ഇതിനകത്ത് ഈ കോർഡിനേറ്റ് സിസ്റ്റം, നമ്മുടെ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്തുള്ള ലെങ്ത് എലമെൻറ്റ്, ഇപ്പോൾ നമ്മുടെ കാർട്ടീഷ്യനകത്താണെങ്കിൽ നിങ്ങൾക്കറിയാം ലെങ്ത് എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആക്സിസിലാണ് വരുന്നതെങ്കിൽ നമുക്കവിടെ ലെങ്ത് എലമെൻറ്റ്, ലൈൻ എലമെൻറ്റ് എന്താ വരുന്നത്, DX ആണ്, വൈയിൽ DY ആണ്, സെഡിൽ DZ ആണ് അല്ലേ. ആ രീതിയിൽ വരുന്നുണ്ട്. സോ ആ എലമെൻറ്റ്സ്, അതുപോലെ ഏരിയ എലമെൻറ്റ്, വോളിയം എലമെൻറ്റ്, ഇതിനെയൊക്കെ നമ്മൾ കർവിലിനിയർ കോർഡിനേറ്റ്സിനകത്ത് എന്തായിരിക്കും വരിക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് അപ്പം നമ്മൾ ഈ കർവിലിനിയർ കോർഡിനേറ്റ്സ് Q1 Q2 Q3 എന്ന് പറയുന്ന കർവിലിനിയർ കോർഡിനേറ്റ്സ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഓരോ ഫാമിലി ഓഫ് സർഫസസിനും, അതായത് Q1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, Q2 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, Q3 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഈ ഓരോ ഫാമിലി ഓഫ് സർഫസസിനെയും അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു യൂണിറ്റ് വെക്റ്റർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ഈ QI ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന സർഫസസിന് നോർമലായിരിക്കും പ്ലസ് നമ്മുടെ ഈ ഒരു QIയുടെ ഇൻക്രീസിങ് ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മുടെ യൂണിറ്റ് വെക്റ്റേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾക്കറിയാം X ക്യാപ്, Y ക്യാപ്, Z ക്യാപ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 യൂണിറ്റ് വെക്റ്റേഴ്സ് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്, ഈ X ക്യാപ് എന്ന് പറയുന്ന ആളെ എന്താണ്, X ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ
എക്സ് ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്റ്റർ വരുന്നത്. ഓൾസോ ഇറ്റ് ഇസ് ഇൻ ദ ഇൻക്രീസിങ് ഡയറക്ഷൻ ഓഫ് എക്സ് അല്ലേ, എക്സ് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ജനറലി ഒരു കർവിലീനിയർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിൽ എന്ത് പറയാം, ഒരു യൂണിറ്റ് വെക്റ്റർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആ യൂണിറ്റ് വെക്റ്ററിനെ നമ്മൾ ഇ ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇ ഐ, അതായത് ഇപ്പം Q1 കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ യൂണിറ്റ് വെക്റ്റർ എന്ത് വരും, E1 വരും. Q2 കറസ്പോണ്ടിങ് ആയിട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് E2 വരും. ദെൻ Q3 കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ E3 വരും. ഓക്കെ, ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്റ്റേഴ്സ് വരുന്നത്. സോ ഈ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈച്ച് സർഫസസിനും നോർമൽ ആയിരിക്കും. ദേ ആർ നോർമൽ ടു ദ കറസ്പോണ്ടിങ് സർഫസസ്. E1 എന്ന് പറയുന്നത് Q1 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന സർഫസിന് നോർമൽ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് അലോങ് ദ ഇൻക്രീസിങ് ഡയറക്ഷൻ ഓഫ് QI ഇൻക്രീസ്. ഇപ്പോൾ E1 ആണെങ്കിൽ Q1 ഇൻക്രീസ് വരുന്ന ആ ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലൈൻ എലമെൻറ്റ്സ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനിൽ നിന്ന് dx നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ dx കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിഫറൻസിയേഷൻ്റെ റൂൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, dx ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ആളാരാണ്, Q1 Q2 Q3 ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് dx ഇസ് ഈക്വൽ ടു ഡോ എക്സ് ബൈ ഡോ Q1 ഇൻറ്റു dQ1 പ്ലസ് ഡോ എക്സ് ബൈ ഡോ Q2 ഇൻറ്റു dQ2 പ്ലസ് ഡോ എക്സ് ബൈ ഡോ Q3 ഇൻറ്റു dQ3 അല്ലേ. ആ ഒരു ഫോമില വരുന്നത്. അതേപോലെ നമുക്ക് ആരൊക്കെ വരും, dy വരും. dy വരുമ്പോൾ എന്താ വരിക, ഡോ വൈ ബൈ ഡോ Q1 ഇൻറ്റു dQ1 പ്ലസ് ഡോ വൈ ബൈ ഡോ Q2 ഇൻറ്റു dQ2 പ്ലസ് ഡോ വൈ ബൈ ഡോ Q3 ഇൻറ്റു dQ3 അല്ലേ. അതുപോലെ നമുക്ക് dz വരും. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്കറിയാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ രണ്ട് നൈബറിങ് പോയിൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നൈബറിങ് പോയിൻറ്റ്സിന് ഇപ്പം നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ x1 x2 x3 എന്ന് പറയുന്ന കോർഡിനേറ്റ്സും അത് ജനറലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ XYZ യൂസ് ചെയ്യുന്നെങ്കിൽ x1 y1 z1 എന്ന് പറയുന്ന കോർഡിനേറ്റ്സും, അതുപോലെ സെക്കൻഡ് പോയിൻറ്റിന് നമുക്ക് x2 y2 z2 എന്ന് പറയുന്ന കോർഡിനേറ്റ്സുമാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ആ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. എങ്ങനെ നമ്മൾ കാണുക, റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ അല്ലേ. ആ രീതിയിലാണ് ചെയ്യാറ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സിലുണ്ടായ ഡിഫറൻസിൻ്റെ സ്ക്വയർ പ്ലസ് വൈയിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ പ്ലസ് സെഡിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ അല്ലേ. അതാണ് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വരുന്ന ഡിസ്റ്റൻസ്, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നൈബറിങ് പോയിൻറ്റ്സ്, അത് നമുക്ക് എന്താ വരിക, ഇങ്ങനെയാണ് വരിക അല്ലേ. DS ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്തായിരുന്നു വരിക, റൂട്ട് ഓഫ് dx സ്ക്വയർ പ്ലസ് dy സ്ക്വയർ പ്ലസ് dz സ്ക്വയർ അല്ലേ. ഈ x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1 എന്ന് പറയുന്ന ആ സംഭവത്തിനെയാണ് നമ്മൾ dx dy dz എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ds എന്നായിരുന്നെങ്കിൽ നമുക്ക് റൂട്ട് ഓഫ് ആണ് വരിക. നമ്മളിവിടെ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ വിൽ ഹാവ് ds സ്ക്വയർ എന്ന് പറയുന്നത് ഇതായിരിക്കും വരിക അല്ലേ. അപ്പോൾ നമുക്കിവിടെ dxനുള്ള ഇക്വേഷൻ ഉണ്ട്, അതുപോലെ നമുക്ക് ഇവിടുന്ന് ആരുണ്ട്, dyയുടെ ഇക്വേഷൻ ഉണ്ട്, dzൻ്റെ ഇക്വേഷൻ ഉണ്ട് അല്ലേ. അതെല്ലാം നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആലോചിക്കുക, dx എന്ന് പറയുന്ന ആൾക്ക് എന്ത് വരുന്നുണ്ട്, 3 ടേംസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്യണം നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നില്ല, ഈസി ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് ഒരു ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ് വിൽ ബി ds സ്ക്വയർ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു, അതിനെ നമ്മൾ ആ എക്സ്പാൻഡ് ചെയ്ത ഫോം എഴുതുന്നില്ല, ജനറലൈസ് ചെയ്ത് എഴുതുകയാണ്, സമ്മേഷൻ ഓവർ ij gij dqi dqj, ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ds സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ij dqi dqj. ds സ്ക്വയറിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരുന്നത്, ds സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ij gij dqi dqj എന്ന് പറയുന്നൊരു ഇക്വേഷനാണ് കിട്ടുന്നത്. ഓക്കെ, അത് കണ്ടിട്ട് നിങ്ങൾ
പ്രശ്നമൊന്നും തോന്നണ്ട. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഒരു ഇക്വേഷനകത്ത് ds² ഈ ഒരു ഇക്വേഷനകത്ത് നമ്മുടെ dx dy dz എന്ന് പറയുന്ന ആളുടെ വാല്യൂ കൊടുത്തതാണ്. ഓക്കെ, കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വലിയൊരു എക്സ്പ്രഷനാണ് കിട്ടുക. ആ എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്തതാണ്, സമ്മേഷൻ വെച്ചിട്ട് ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ വേർഡ് GIJ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ L ഡോ XL ബൈ ഡോ QI ഡോ XL ബൈ ഡോ QJ. അവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ആൾക്കാണ് ആ എൽ എന്ന് പറയുന്ന സഫിക്സ് കൊടുത്തത് അല്ലേ. ആ എക്സിന് എൽ എന്ന് പറയുന്ന സഫിക്സ് കൊടുത്തുകൊണ്ട് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് x1 ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എക്സ്, x2 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൈ, x3 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സെഡ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ G11 എന്ന് നോക്കാം. G11 ഒരൊറ്റ എണ്ണം ഞാൻ ഒന്ന് കാണിച്ചു തരാം. G11 നോക്കുമ്പോൾ G11 നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമാണ് കിട്ടുക. കാരണം എന്താണ്, ഡോ QI ഡോ QJ എന്ന് പറയുന്നത് നമുക്ക് ഡോ Q1 എന്ന് കിട്ടും അല്ലേ. സോ ഫസ്റ്റ് നമ്മൾ എല്ലിലാണ് സമ്മേഷൻ വരുന്നത്. എല്ലിന് 1 കൊടുക്കുകയാണ്. എല്ലിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ആണ് അല്ലേ. x1 എന്ന് പറയുന്ന ആൾ നമ്മുടെ എക്സ് ആണ്. സോ ഡോ എക്സ് ബൈ ഡോ Q1 ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ Q1 വരും. ദെൻ എല്ലിന് 2 കൊടുക്കുക. എല്ലിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് ആരാണ്, x2 എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ y ആണ്. സോ ഡോ വൈ ബൈ ഡോ Q1 ഇൻറ്റു ഡോ വൈ ബൈ ഡോ Q1 വരും അല്ലേ. ദെൻ x3 ആണ് വരിക നെക്സ്റ്റ്. x3 എന്ന് പറയുന്നത് എന്താണ്, ഡോ z ബൈ ഡോ Q1 ഡോ z ബൈ ഡോ Q1 ഇങ്ങനെയാണ് വരിക. ഈ G11 എന്ന് പറയുന്ന ആൾ ആരാണ്, നമ്മുടെ dQ1 എന്ന് പറയുന്ന ആളുടെ കോഎഫിഷ്യൻ്റ് അല്ലേ. കാരണം GIJ dQI dQJ എന്നാണ് വരുന്നത്. സോ dQ1 എന്ന് പറയുന്ന ആളുടെ കോഎഫിഷ്യൻ്റ് ആണ് ആര്, dQ1 എന്ന് പറയുന്ന ആളുടെ കോഎഫിഷ്യൻ്റ് ആണ് G11 എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ ശ്രദ്ധിച്ചെന്ന ഈ ഒരു ക്വസ്റ്റനിൽ ശ്രദ്ധിച്ചാൽ ക്ലിയർ ആവും. dx എന്ന് പറയുന്ന ആൾക്ക് നമുക്ക് ഡോ എക്സ് ബൈ ഡോ Q1 dQ1 എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇയാളെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് dQ1 വരുന്ന ഒരു ടേം വരുന്ന ഏതാണ്, ഇതിലാണ് വരിക അല്ലേ. dQ1 എന്ന് പറഞ്ഞാൽ dQ1 സ്ക്വയർ വരുന്ന ടേം, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ് വരുന്നത്, ഡോ എക്സ് ബൈ ഡോ Q1 അല്ലേ. അതാണ് നമ്മുടെ ഈ ഫസ്റ്റ് ടേമിൽ വരുന്നത്. അതേപോലെ നമ്മുടെ dy-ക്കകത്തും എന്തുണ്ടാവും, ഒരു dQ1 വരുന്ന ഒരു ടേം ഉണ്ടാവും. അതിൻ്റെ കറസ്പോണ്ടിങ് കോൺട്രിബ്യൂഷനാണ് ഇത്. അതുപോലെ dz-നകത്തും dQ1 സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ടാവും. ആ കോൺട്രിബ്യൂഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാക്കിയുള്ള കോഎഫിഷ്യൻസ് G11 G12 G13 അങ്ങനെ കോഎഫിഷ്യൻസ് വരും അല്ലേ. അവരെയൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ആലോചിക്കുക, നമ്മുടെ I J L ഈ 3 കാര്യങ്ങളും ഈ 3 ഇൻഡെക്സുകളും റൺ ചെയ്യുക 1 മുതൽ 3 വരെയാണ് അല്ലേ. കാരണം നമുക്ക് 3 കോർഡിനേറ്റ്സാണ് വരുന്നത്, Q1 Q2 Q3 എന്ന് പറയുന്ന 3 കോർഡിനേറ്റ്സാണ് വരുന്നത്. സോ ദിസ് ഓൾ റൺസ് ഫ്രം 1 to 3. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു G11 G12 G13 G21 G22 G23 G31 G32 G33 ഇവരെല്ലാം കൂടെ കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേര് മെട്രിക് എന്നാണ്. ഓക്കെ, ദേ ആർ കളക്റ്റീവ്ലി നോൺ ആസ് മെട്രിക് എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുന്നത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്താൽ, നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് കർവിലിനിയർ കോർഡിനേറ്റ്സിനെ കുറിച്ചാണ് അല്ലേ. ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ സർഫസസ് Q1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, Q2 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, Q3 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഈ സർഫസസ് ഇഫ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ, നമ്മൾ കർവിലിനിയർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവർ പെർപെൻഡിക്കുലർ ആയിക്കൊള്ളണം എന്നില്ല അല്ലേ. സോ ഇഫ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ദെൻ ദ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് കോൾഡ് ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അവർ തമ്മിൽ പെർപെൻഡിക്കുലർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്ന് പറയാം, ഓർത്തോഗണൽ ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, അങ്ങനെ ഓർത്തോഗണൽ ആണ് എന്നുണ്ടെങ്കിൽ, ഇഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് ഓർത്തോഗണൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ GIJക്കകത്ത് വിൽ ഹാവ് GIJ ഇസ് ഈക്വൽ ടു 0 ഫോർ I നോട്ട് ഈക്വൽ ടു J. I നോട്ട് ഈക്വൽ ടു J ആവുന്ന കേസിലെല്ലാം നമുക്ക് GIJ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, G11 ഉണ്ടാവും, G22 ഉണ്ടാവും, G33 ഉണ്ടാവും. ഈ 3 പേരെ നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് വെക്റ്റേഴ്സ് എങ്ങനെയായിരിക്കും, ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞത് അല്ലേ. സോ EI ഡോട്ട് EJ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും,
വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ഐ ജെ. ഡെൽറ്റ ഐ ജെ നിങ്ങൾക്കറിയാം, ക്രോണക്കർ ഡെൽറ്റ അല്ലേ. ഡെൽറ്റ ഐ ജെ എന്ന് പറയുന്നത് എപ്പോഴാണ് 1 ആവുക? ഐ ഈക്വൽ ടു ജെ ആവുന്ന സമയത്താണ്. ഓക്കെ, സോ ഡെൽറ്റ ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സർഫസസ് എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യൂണിറ്റ് വെക്റ്റേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സോ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെയിം യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ ഇടയിലാണെങ്കിൽ 1 വരും, അല്ലാത്തപ്പോൾ 0 വരും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഈ G11, G22, G33 എല്ലാം എന്താണ്? 0 ആണ്. അപ്പോൾ ഇതിനെ എല്ലാം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് H1, H2, H3 വെച്ചിട്ടാണ്. G11 എന്ന് പറയുന്ന ആൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് H1 വെച്ചിട്ടാണ്. G22നെ നമ്മൾ H2 എന്നും G33നെ നമ്മൾ H3 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഡിഫറൻഷ്യൽ ലെങ്ത്ത് അല്ലെങ്കിൽ നമ്മുടെ DS², ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്, 2 നൈബറിങ് പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ DS² എന്ന് പറയുന്നത് ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിൽ എന്തായിട്ട് മാറും? നമ്മുടെ ആ ഒരു G11, G12 ഒക്കെ വരുന്ന ആ ഒരു വലിയ എക്സ്പ്രഷനിൽ നിന്ന് മാറിയിട്ട് അവിടെ ആര് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ? G11 വരുന്ന ടേം, G22 വരുന്ന ടേം, G33 വരുന്ന ടേം അല്ലേ. ആ G11, G22, G33നെയാണ് നമ്മൾ എന്തായിട്ട് കൊടുത്തിരിക്കുന്നത്? H1, H2, H3 ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ ഇവിടെ നമുക്ക് H1 dQ1² പ്ലസ് H2 dQ2² പ്ലസ് H3 dQ3² എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് എന്ത് വരിക? എക്സ്പ്രഷൻ വരിക. ഓക്കെ, സോ വി ഹാവ് DS² is equal to summation over I HI dQi whole square. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, വേർ GII എന്ന് പറയുന്ന ആൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? HI² വെച്ചിട്ടാണ്. ഓക്കെ, സോറി, ഞാൻ ഇതുവരെ H1, H2, H3 എന്നാണ് പറഞ്ഞത് അല്ലേ. G11 ഈസ് H1², G22 ഈസ് H2². അതിലത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമ്മൾ ഈ ഒരു ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ എഴുതാൻ വേണ്ടി അങ്ങനെ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ദീസ് H1, H2, H3 എന്ന് പറയുന്ന ആൾക്കാരെ വി കോൾ ദം ആസ് സ്കെയിൽ ഫാക്ടേഴ്സ്. H1, H2, H3നെ നമ്മൾ വിളിക്കുന്നത് സ്കെയിൽ ഫാക്ടേഴ്സ് എന്നാണ്. ഓക്കെ, സ്കെയിൽ ഫാക്ടേഴ്സ്. സോ നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ലെങ്ത്ത്, അതായത് ഓരോ കോർഡിനേറ്റിനും Q1, Q2, Q3 എന്ന് പറയുന്ന ഓരോ കോർഡിനേറ്റിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ലെങ്ത്ത് എന്ന് പറയുന്ന ആളെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. DSI എന്ന് പറയുന്നതിന് നമുക്ക് HI dQi എന്ന് എഴുതാൻ പറ്റും. കാരണം നമുക്ക് DS എന്ന് പറയുന്നതിൻ്റെ സ്ക്വയർ എന്തായിരുന്നു? H1 dQ1² പ്ലസ് H2 dQ2² പ്ലസ് H3 dQ3² എന്നായിരുന്നു അല്ലേ. ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആ കാർട്ടീഷ്യനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. DS² അവിടെ എന്തായിരുന്നു? DX² പ്ലസ് DY² പ്ലസ് DZ² അല്ലേ. സോ ഓരോ കോർഡിനേറ്റിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ലെങ്ത്തിൻ്റെ സ്ക്വയർ ആയിട്ടാണ് വന്നത്. സോ ആ രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കോർഡിനേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ലെങ്ത്ത് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ കർവിലീനിയറിൽ DS1 എന്ന് പറയുന്നത് H1 dQ1 എഴുതാം, DS2 എന്ന് പറയുന്നത് H2 dQ2 എന്ന് എഴുതാം, അതുപോലെ DS3 എന്ന് പറയുന്നത് H3 dQ3 എന്ന് എഴുതാം അല്ലേ. സോ അതിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം? ഡിഫറൻഷ്യൽ ഡിസ്റ്റൻസ് വെക്റ്റർ DR എന്ത് വരും എന്നുള്ളത് എഴുതാം, അതുപോലെ എലമെൻ്റൽ ഏരിയ എന്തായിരിക്കും എന്നുള്ളത് പറയാം, വോളിയം എന്തായിരിക്കും എന്നുള്ളത് പറയാം അല്ലേ. DR എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം DXX³ പ്ലസ് DYY³ പ്ലസ് DZZ³ എന്നാണ് നമ്മൾ കാർട്ടീഷ്യനിൽ പഠിച്ചത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ കേസിലുമുള്ള ആ ഒരു ഡിഫറൻഷ്യൽ ലെങ്ത്ത് ഇൻറ്റു അവിടുത്തെ യൂണിറ്റ് വെക്റ്റർ അല്ലേ, ആ രീതിയിലാണ് വരിക. സോ H1 dQ1 ഇൻറ്റു E1 പ്ലസ് H2 dQ2 ഇൻറ്റു E2 പ്ലസ് H3 dQ3 ഇൻറ്റു E3 അതായിരിക്കും DR എന്ന് പറയുന്നത്. അതിനെ ജനറലൈസ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ ഇവിടെ. ദെൻ നെക്സ്റ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് എന്താ? രണ്ട് ഡിഫറെൻറ്റ് എലമെൻ്റൽ ലെങ്ത്തിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് അല്ലേ. രണ്ട് ഡിഫറൻഷ്യൽ ലെങ്ത്തിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് നമുക്ക് ഏരിയ വരിക അല്ലേ. DX ഇൻറ്റു DY അല്ലെങ്കിൽ DY ഇൻറ്റു DZ ആ രീതിയിൽ. സോ ഇവിടെ നമുക്കത് DSI ഇൻറ്റു DSJ എന്നുള്ള രീതിയിൽ വരും. സോ ദാറ്റ് ഇസ് HI HJ DQI DQJ എന്ന് പറയുന്ന ഫോമിൽ വരും. ഓക്കെ, ദെൻ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം
ഈ 3 കോർഡിനേറ്റ്സിൻ്റെയും കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ലെങ്ത്തുകൾ തമ്മിലുള്ള പ്രൊഡക്റ്റാണ് അല്ലേ. ഡി ടോ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം dx dy dz ആണ്. സോ ഇവിടുത്തെ കേസിൽ അതെന്താണ് ds1 ഇൻറ്റു ds2 ഇൻറ്റു ds3 അല്ലേ, അതാണ് വരിക. സോ ദിസ് ഇസ് h1 h2 h3 dq1 dq2 dq3 എന്ന് വരും. ഓക്കെ.